ഹലോ, വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ്. കുറേ ആയല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല തിരക്കിലായിരുന്നു. ഇന്നൊരു 2 ഡേ ട്രിപ്പ് പോയിട്ടുള്ള വീഡിയോ ആട്ടോ. വൈത്തിരിയിലേക്കാണ് പോയിട്ടുണ്ട്, വയനാട് വൈത്തിരിയിലേക്ക്. വൈത്തിരി വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. നല്ല അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. അവിടെ നല്ല കാട് പിടിച്ചിട്ടുള്ള നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. ആ ഭാഗം മുഴുവൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചൊന്നുമല്ല, ഞങ്ങളത് മൊത്തം കണ്ടിട്ട് തന്നെ ഇല്ല. ഒരു 1 ഡേ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ റിസപ്ഷനിലേക്കാട്ടോ ആദ്യം പോയിട്ടുള്ളത്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുൻകൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ എൻട്രൻസ് ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം അവിടെ ചെന്നിരുന്നു. അപ്പോൾ നിഷു ഞാനും ഇവിടെ, ഇതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. അവരുടെ ഏരിയകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത പൈസക്ക് വേർത്താണോ ചോദിച്ചാൽ ആണെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അവർ പിന്നെ ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോകട്ടോ. അവരുടെ വാഹനത്തിൽ തന്നെയാട്ടോ കൊണ്ടുപോകുന്നത്. നമ്മൾ മറ്റ് റിസോർട്ടുകളെ സംബന്ധിച്ച് നല്ല റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കക്കാടംപൊയിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇത്ര വലിയ ഏരിയ ഒന്നും ആയിരുന്നില്ല, ചെറിയ ഏരിയ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവർ റൂമിലേക്ക് കുറേ പോകണം കേട്ടോ. കുറേ വലിയ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഒക്കെ ഈ മരങ്ങളും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ചെടികളെല്ലാം പിടിപ്പിച്ചു കൊണ്ടിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഞങ്ങളൊരു കോട്ടേജ് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല പ്ലേസ് തന്നെയായിരുന്നു. അതിൻ്റെ അടുത്ത് അവർ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അവരുടെ റൂമിലേക്ക് ആട്ടോ പോയി കൊണ്ടിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു കിഡ്സ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് പിറ്റേ ദിവസം രാവിലെ ആട്ടോ ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം അവിടെ എത്തിച്ചേർന്നപ്പോൾ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 2 മണി. അപ്പോൾ ഞങ്ങൾ ഫുഡ് അവരതിൽ അലൗഡാണ്. പക്ഷേ സമയമായപ്പോൾ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു കേട്ടോ. ഇനി നിഷുവിന് ഗ്യാസ് ഒന്നും കയറണ്ട. അവന് കുറച്ച് ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ള ആളാണ്. ഛർദി, വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാട്ടോ അതിനകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമിനകത്ത് നിന്നിട്ടുള്ള വ്യൂ ആട്ടോ പുറത്തേക്കുള്ളത്. ഗ്ലാസ് ആട്ടോ മൊത്തത്തിൽ. ഇതാട്ടോ റൂം എന്ന് പറയുന്നത്. റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റൂമായിരുന്നു. പിന്നെ അവരുടെ വാഷ്റൂം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവരുടെ ഗ്ലാസ്സിന് പുറത്തേക്ക് നോക്കിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ മൊത്തം നമ്മുടെ കുരങ്ങന്മാരായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നടന്നു പോകുമ്പോഴൊക്കെ ഫുള്ള് കുരങ്ങന്മാരായിരുന്നു. അപ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ വാഹനം എപ്പോൾ വിളിച്ചാലും അവർ റെഡിയായി വരും കേട്ടോ. അപ്പോൾ പിന്നെ കിച്ചൺ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെള്ളം ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റിയതും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ 2 ബോട്ടിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അപ്പോൾ തന്നെ അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും നിഷുവും ഹസ്ബൻഡും കൂടി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോന്നിട്ട് കുറേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇന്നോടത്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം കൺഫ്യൂഷനൊന്നും വരില്ല കേട്ടോ. ഇവിടെ ആരുടെയൊക്കെ കുറേ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിരുന്നു കേട്ടോ ഞങ്ങളെ റൂം വരുന്നത്. എല്ലാ മരങ്ങൾ കൊണ്ടുള്ള സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല, ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമായിരുന്നു. 1 മണിക്കൂറോളം ഞങ്ങൾ അതിൽ ചിലവഴിച്ചു കേട്ടോ. വലിയവർക്ക് വേറെ, കുട്ടികൾക്ക് വേറെ ഒക്കെ ഉണ്ടായിരുന്നു. നിഷു കുട്ടികൾക്കുള്ള ഇതിലാട്ടോ ഇറങ്ങിയത്. അതാട്ടോ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ പണിക്കാരും ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ ഇല വീഴുമ്പോൾ അപ്പോൾ തന്നെ അവർ ക്ലീനാക്കി ഇടുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള. നിഷു ഇപ്പോൾ ഇറങ്ങാൻ ആദ്യം നിഷു സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ആദ്യം തന്നെ ഇതിലേക്ക് ഇറങ്ങുക കേട്ടോ. അവൻ ഇറങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ഇറങ്ങിയത് കേട്ടോ. ആദ്യം ഹസ്ബൻഡ് ഇറങ്ങിയിട്ട് കുണ്ടുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അവനെ ഇറക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. വയനാടില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് പോയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഒരു ബോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിഷു അത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചിട്ട് അവൻ കുറേ മുങ്ങി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി തന്നിട്ടോ. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് തന്നെ പോയിട്ട് ഞങ്ങൾ പിന്നെ ടീ കുടിക്കാൻ പോയിട്ടോ. അത് അതിൽ ഇൻക്ലൂഡായിരുന്നു കേട്ടോ. അത് സ്നാക്സും ടീയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നിറച്ച് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരുടെ വണ്ടി വിളിക്കാതെ നേരെ ഞങ്ങൾ നടക്കാമെന്ന് കരുതി. കുറച്ച് നടന്ന് അവരുടെ സ്ഥലങ്ങളൊക്കെ കാണാമെന്നൊക്കെ കരുതി. അപ്പോൾ പോകുന്ന വഴി നിഷുവിന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ തിരിഞ്ഞ് നോക്കുന്നത് കുരങ്ങന്മാർ ബാക്കിലൂടെ വരുന്നുണ്ടോ എന്നൊക്കെ തിരിഞ്ഞ് നോക്കുന്നത് കേട്ടോ. ഇങ്ങനെ കേട്ടോ അതിൻ്റെ അകത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളി സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനേക്കാൾ എക്സ്പെൻസ് ആയിട്ടുള്ളത്, നല്ല രീതിയിൽ എക്സ്പെൻസ് ആയിട്ടുള്ളതൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീ ഒക്കെ കുടിക്കാൻ പോയി. അപ്പോൾ നിഷുവിനെ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടീ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഉണ്ടായത്. ഞങ്ങൾ അതിന് ഈ നടക്കാനുള്ള സ്ഥലങ്ങൾ അവരുടെ ഈ ഒരു ചിരട്ട വെച്ചിട്ടുള്ള ഈ ഒരു കമാനം പോലെയുള്ളത് കേട്ടോ, അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് മുകളിൽ ചിരട്ടയാണ്. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലായത്. പെട്ടെന്നൊന്നും നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. പിന്നെ കുറേ മുളകൾ കാര്യങ്ങൾ ഇതൊക്കെ അവരുടെ ആ മെയിൻ ബിൽഡിങ്ങിൻ്റെ അകത്താട്ടോ വരുന്നത്. നല്ല വൃത്തിയുള്ള പ്ലേസാട്ടോ. എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവർ വൃത്തിയും നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്താണ് അവരുടെ ഈവനിങ് പലതും ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ഥലത്ത്, ഡിന്നർ ഒരു സ്ഥലത്ത്, അങ്ങനെയൊക്കെ ആട്ടോ. അപ്പോൾ ഈവനിങ് ടീ ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നൊരു ടീ കുടിച്ചിട്ടൊക്കെ പുറത്ത് പോകാമെന്നാട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. അതിനവർക്ക് വിഷയമില്ല കേട്ടോ. നമ്മൾ എപ്പോൾ വേണമെങ്കിലും പുറത്ത് പോയി എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം, അങ്ങനത്തെ വിഷയം. ചില റിസോർട്ടിൽ നമുക്ക് പിന്നെ പുറത്തേക്ക് അലൗഡ് അല്ല കേട്ടോ. പക്ഷെ ഇത് അവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതാട്ടോ അവരുടെ ടീ ഏരിയ എന്ന് പറയുന്നത്, വൈത്തിരി വില്ലേജിൻ്റെ. അതൊക്കെ കുടി കഴിഞ്ഞ് പിന്നെ നിഷുവിന് അവിടെ ഫിഷ് സ്പാ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഒന്ന് നിർബന്ധിച്ചു. ഇതൊക്കെ നമ്മുടെ ചാർജിലില്ലാത്തതാട്ടോ. ഇത് എക്സ്ട്രാ ചാർജ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് അവന് വേണമെന്ന് പറഞ്ഞിട്ട്. അതിന് പിന്നെ റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. റോപ്പ് പിന്നെ നിഷു കുറേ കയറാൻ നിന്നു. പക്ഷെ ഞങ്ങൾക്കത് പേടിയായിട്ട് സമ്മതിച്ചില്ല. പിന്നെ അവൻ നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചപ്പോൾ അവരുടെ അത് 6 മണിക്ക് ക്ലോസ് ചെയ്തു കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ അത് തുടങ്ങുമ്പോഴത്തേന് ഞങ്ങൾ തിരിച്ചു പോരും ചെയ്തു. നിഷ അതിന് കുറേ നിന്നു. പിന്നെ അവരുടെ വേറൊരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നമ്മുടെ പാലത്തിലൂടെ, ഈ ഇളകുന്ന പാലൊക്കെ ആട്ടോ. നല്ല പേടിയുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൂടെ പോകാനൊക്കെ. എന്നാൽ തൂക്കുപാലം ഭയങ്കര രസമാട്ടോ. പോയപ്പോൾ നല്ല ഭംഗി കാര്യങ്ങൾ, അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ നമുക്ക് കാണാനുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും പറ്റുന്നവർ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനൊന്ന് പുറത്ത് പോവുകയോ ഒക്കെ ചെയ്യുക, യാത്രകൾ നടത്തുക. അപ്പോൾ ഞങ്ങളതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ ഇറക്കം കുറേ കയറ്റം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും നിഷു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. അവനാണ് ഞങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാട്ടോ ഞങ്ങൾ കൂടുതൽ ഈ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനെന്തൊക്കെ ഇഷ്ടം അതെല്ലാം ഞങ്ങൾ ഈ ഒരു യാത്രയിലൂടെ ഞങ്ങൾ സാധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞത് എല്ലാം ചെയ്തു. അതിൻ്റെ മുകളിലുള്ള ഇത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ട്. കാണാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസ് കേട്ടോ. ഞങ്ങൾ അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പോന്നു. പിന്നെ ഇൻഡോർ ഗെയിംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ആ മെയിൻ ബിൽഡിങ്ങിൻ്റെ അകത്താട്ടോ. പിന്നെ നമ്മുടെ ഈ സ്പാകൾ, ആയുർവേദിക് സ്പാകൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്ട്രാ കേട്ടോ. ഇതിൽ ഇൻക്ലൂഡല്ല. ഇൻഡോർ ഗെയിംസൊക്കെ ഇതിൽ ഇൻക്ലൂഡാട്ടോ. എക്സ്ട്രാ ആയിട്ടുള്ള ഈ സ്പാകളൊക്കെ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെനു ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ, അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ 4000, 8000 അങ്ങനെയൊക്കെ ചാർജുകൾ വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആയിരുന്നില്ല. അപ്പോൾ ഒരു ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. പിന്നെ നിഷുവും അവൻ്റെ ഉപ്പയും കൂടി ഇൻഡോർ ഗെയിംസ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷുവിന് കളിക്കാനൊന്നും അറിയില്ല, എന്നാലും അവൻ എല്ലാതും അവന് കയറണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഓരോന്നിലും കയറലും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 7:15, 7:30 സമയത്താട്ടോ ഞങ്ങൾ പുറത്ത് പോയത്. അപ്പം നമുക്ക് ഇത് വയനാട് ചുരം കയറുന്ന
അടുത്ത് തന്നെയാണ് ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് കുറേ പോകേണ്ടതില്ല. അപ്പോൾ ചുരത്തിലേക്ക് നമുക്കൊന്നും കൂടി പോയി നോക്കാം, കോട ഉണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി നോക്കുക കേട്ടോ. രാത്രി 7:30 സമയത്ത് ആയിട്ടുണ്ട്. ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട്. നല്ല നമ്മുടെ വീഡിയോസിൽ എത്രത്തോളം അത് കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ചുരത്ത് പോയപ്പോൾ അധികം കോടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് അവരുടെ ഇൻക്ലൂഡ് അല്ല. അപ്പോൾ ഞങ്ങൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചു. വിഷുവിന് എന്തോ മന്തി അൽഫാമോ എന്തൊക്കെയോ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ബീഫ്, പൊറോട്ട, മീൻകറി അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് എന്നേ പറയാനുള്ളൂ. നല്ല വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. ബീഫൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ മന്തിയിലെ അൽഫാം ഒട്ടും കൊള്ളില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു 8-9 മണിക്ക് വീണ്ടും റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. ഇതാ ഇവിടെ എൻട്രൻസ് ലൈറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പാർക്കിങ്ങിലേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അവരുടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. റൂമിലൊക്കെ എത്തി. പിന്നെ നിഷുവിനെ പെട്ടെന്ന് കിടത്തി ഉറക്കി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. ഞാനൊരു കോഫിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതാ നിഷുവിനും എല്ലാവർക്കും കോഫി കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. രാവിലെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ വീഡിയോയിൽ എത്രത്തോളം അത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കോടയുണ്ടായിരുന്നു. പിന്നെ അഥവാ കുരങ്ങന്മാരുണ്ടോ വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ മുതലാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അലൗഡ്. അത് നമ്മുടെ ഇതിൽ ഇൻക്ലൂഡാണ് കേട്ടോ, നമ്മുടെ ഈ ചാർജിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വേറൊരു ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലായിരുന്നു കേട്ടോ. നമ്മൾ ലിഫ്റ്റിൽ കയറി പോയിട്ട് ഇവർ ഈ ചിരട്ട വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളാട്ടോ അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. കുറേ വിസിറ്റേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കുറേ അറിയാം. അപ്പോൾ നിഷു അത്ര നേരത്തെ കഴിക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഒരു തൂക്കുപാൽ, ഇത് അവരുടെ റോപ്പ് വരുന്ന കേട്ടോ, വഴിയാട്ടോ. നിഷു അതിൽ കയറണമെന്ന് പറഞ്ഞ് വീണ്ടും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് എടുത്താണ്. നമ്മൾ നേരത്തെ പോയിട്ടുള്ള തൂക്കുപാലാട്ടോ ഇത്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഇതാ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മുടെ വാട്ടർമെലൻ ഉണ്ട്, പപ്പായ ഉണ്ട്, പിന്നെ സോസേജ്, വെറൈറ്റി സോസേജുകളുണ്ടായിരുന്നു, പിന്നെ എഗ് റോസ്റ്റ്, ചിക്കൻ സോസേജ്, പിന്നെ പറാത്താസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കുറേ കേക്ക് ഐറ്റംസ്, റൊട്ടി കാര്യങ്ങൾ, നമ്മുടെ ബ്രെഡ്, സ്റ്റീം ചെയ്ത ബ്രെഡുകൾ, അങ്ങനെ കുറേ. ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇഡ്ഡലി, ദോശ, പൂരി മസാല, ഇത് പനീർ ബട്ടർ മസാല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ പിന്നെ നമ്മുടെ പൊട്ടാറ്റോ സ്റ്റീം ചെയ്തത്, പഴംപൊരി, പിന്നെ അതാ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എനിക്ക് വെറൈറ്റി ആയി തോന്നിയത് ഓട്ടടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ കറി, ഓട്ടട, പിന്നെ നമ്മുടെ ഇഡ്ഡലി, ദോശ, ഇത് നമ്മുടെ ചപ്പാത്തി കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന്. ഇത് ചട്നി, പലവിധം ചട്നികളുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴിച്ചത് ഇഡ്ഡലി, വട കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് സാമ്പാറും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കി. പിന്നെ സോസേജൊക്കെ, ചിക്കൻ സോസേജൊക്കെ കഴിച്ച് നോക്കിയിട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും പറ്റിയില്ല. പിന്നെ നിഷുവിനെ പൂരി പറഞ്ഞു കേട്ടോ. അത് അവരപ്പം ചുട്ട് തരിക കേട്ടോ. അപ്പോൾ നിഷുവിന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 എണ്ണം ഞങ്ങളത് പറയിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മുടെ തലേന്ന് പോയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോ ഒക്കെ കാണാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് നിഷുവിന് കിഡ്സ് പാർക്കിലേക്ക് തലേന്ന് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ അവൻ കുറച്ച് നേരം കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ.
അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങളൊരു 10 മണിക്ക് അവിടുന്ന് തിരിച്ചു പോരുക ചെയ്ത്. ഞങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചവരെയൊക്കെ അവിടെ ഉണ്ട്, പെർമിഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുക ചെയ്തത്. ഞങ്ങൾക്ക് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നിഷുവിൻ്റെ കളിയും കൂടി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വൈത്തിരി വില്ലേജിനെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വൈത്തിരി വില്ലേജിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞങ്ങളെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. ഞങ്ങൾ പിന്നെ അവിടുന്ന് വയനാട്ടിലേക്ക് നിന്ന് തിരിച്ചിട്ടുള്ളതാട്ടോ. നമ്മളെ ചുരത്തുനിന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ലൈക്ക് ചെയ്യാനോ ഒന്നിനും മറക്കരുത്. അപ്പോൾ ബൈ.